ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എക്സാമാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇന്ന് സെക്കൻഡ് എക്സാം. ഏതാ? ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെ ഇനി ഒരു 15 വരെ എക്സാമാണ്. പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ക്ലൗഡി ആയിരുന്നു കേട്ടോ, ഒരു മൂടിക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുടയൊന്നും എടുത്തില്ല, കാരണം മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല. നല്ല ചൂട് പോലെ ആയിരുന്നു. പക്ഷെ മിത്തുവിനെ കൊണ്ടാക്കി വരുമ്പോൾ മഴ ചാർന്നു. അപ്പം പതിവില്ലാത്തൊരു മഴ പെയ്ത കാരണം ഞാൻ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടത്. ആ ഡ്രസ്സൊക്കെ ഒന്ന് ടോപ്പൊക്കെ മാറ്റിയിട്ടോ, ആകെ നനങ്ങില്ല. ഭയങ്കര മഴയൊന്നുമില്ല, പക്ഷെ നമ്മൾ നനയിക്കാനുള്ളൊരു മഴ ഉണ്ടല്ലോ. ഓടിയിട്ടുണ്ട്. രാവിലെയൊക്കെ ഞാൻ വെച്ച് മിത്തു ഇതൊരു പുക പോലെയെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് പാലക്, പിന്നെ മല്ലിയില, പനീറിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത്തിരി ഇരിക്കുന്നുണ്ട്. നല്ല ബ്രെഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുന്ന, ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, കിസാൻ കണക്ട് പറഞ്ഞിട്ട്, അവിടുത്തെ അടിപൊളിയാണ്. അവിടുത്തെ ബ്രെഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പനീറും ഉണ്ട്. ഒരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഗ്രീൻ ചട്നി തീർന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഗ്രീൻ ചട്നി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടെന്ന്. അപ്പോൾ അത് തീർന്നു. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ ഒരു പനീർ സാൻഡ്വിച്ച്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2-3 വീക്സ് വരെയൊക്കെ സുഖമായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട്നട്ട് ഓയിലാണ്. ഇത് കുറേ ആയിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട്നട്ട് ഓയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ്. പിന്നെ വെളിച്ചെണ്ണ, രണ്ടും ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന്. വെളിച്ചെണ്ണ നമ്മുടെ വിഭവങ്ങൾക്കേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഇങ്ങനത്തെ പനീർ, സാൻഡ്വിച്ച് അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും ഈ വെളിച്ചെണ്ണയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതും ഇവരുടെ ഇതിലുണ്ട് കേട്ടോ. അത് പൊളിച്ചിട്ടില്ല അല്ലേ. ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കട്ടെ, കാരണം ഞാൻ നടന്ന് വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി വന്നു. ഇനി ഫുഡ് കഴിക്കുമ്പോഴേക്കും 9-9:30 ആവും. അത് കഴിയുമ്പോഴേക്കും മിത്തുവിനെ 1 hour 10:30 മിത്തുവിനെ എടുക്കാൻ പോകണം. ഇപ്പോൾ എക്സാം ആയ കാരണം 10:30 വരെ എക്സാം ഉള്ളൂ. മീൻസ് 10:15 വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും ഡിസ്പോസൽ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അപ്പോഴേക്കും മിത്തുക്കുട്ടീനെ എടുക്കാൻ പോകണം. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. ഇതാ ഗ്രീൻ ചട്നി റെഡിയായി. ഇവിടെ പനീറും അതുപോലെ ഉള്ളി, ടൊമാറ്റോ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഉച്ചയ്ക്കലത്തെ എന്താണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അങ്ങനത്തെയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അല്ലേ. കാരണം 1 മിനിറ്റിൽ നിങ്ങൾക്ക് കാണാനും സൗകര്യമായിരിക്കും. കുറേ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആയിട്ട് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പനീർ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ട് 1-2 ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത്. എന്നാൽ പട്ടിണി കിടന്നിട്ട് നല്ല നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 3 കിലോ കുറഞ്ഞു. എത്ര വീക്ക് കൊണ്ട്? 3 വീക്സിൽ 3 kg, അതായത് ആഴ്ചയിൽ 1 കിലോ വെച്ചിട്ട് കുറഞ്ഞു. അപ്പോൾ ഇനി ഒരു 5 കിലോ കൂടെ കുറയ്ക്കണം എൻ്റെ ഒരു കറക്റ്റ് ഒരു വെയിറ്റിലേക്ക് എത്താൻ. ഞാൻ പണ്ടുണ്ടായിരുന്ന വെയിറ്റിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് പോന്നിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം. അപ്പോൾ അതിലേക്ക് തിരിച്ചെത്താൻ എനിക്കൊരു 5 കിലോ കൂടെ കുറയ്ക്കണം. അതിപ്പോൾ തടി കുറച്ച് മെലിയാന്നുള്ളതല്ല കേട്ടോ, അത് ഞാൻ ആദ്യമേ പറയട്ടെ. മെലിയാന്നുള്ളതുകൊണ്ടല്ല, എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഐഡിയൽ വെയിറ്റിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് കുറേ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് ഈ മുട്ടുവേദന, പുറം വേദനയാണ് എൻ്റെ മെയിൻ പ്രശ്നം. എനിക്ക് പുറം ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ വരും ഇവിടെ. അത് കുറേ കാലങ്ങളെ മിത്തുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയം മുതലേ ഉണ്ട്. പക്ഷേ വെയിറ്റ് കുറയുമ്പോൾ അതുണ്ടാവില്ല. വെയിറ്റ് കൂടിയാൽ പിന്നെയും കുറയും. അപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് തടി കുറയ്ക്കണം എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ട്. ആ ഒരു വെയിറ്റിൽ നിന്ന് കൂടിയാൽ, കൂടി ഇങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുറേ പേരൊക്കെ ഞാൻ അങ്ങനെ മെലിയുമ്പോൾ ചേച്ചി ഇനി മെലിയണ്ട, ഭയങ്കര ബോറാണ് കാണാൻ. ഞാൻ ആക്ച്വലി നല്ല എന്താ പറയുക, മോഡലിംഗ് സംഭവത്തിനൊന്നല്ല ഞാൻ മെലിയണത്. എനിക്ക് അങ്ങനെ ഭയങ്കര സ്ലിം ആവാനും പറ്റില്ല. കാരണം ഞാൻ പൊതുവേ പണ്ട് മുതലേ ഒരു ഹെൽത്തി ടൈപ്പ് പേഴ്സൺ ആയിരുന്നു. ഒരു തടിയുള്ള തടിയല്ല, പക്ഷെ അങ്ങനെ മെലിഞ്ഞിട്ടായിരുന്നില്ല. ഒരു കാലത്ത് ഞാൻ മെലിഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര, അതായത് എനിക്ക് നടക്കുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും സ്റ്റാമിന കിട്ടിയിരുന്നതും, പിന്നെ മെയിൻ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് ബാക്ക് പെയിൻ, എന്നും മുറിവ്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് എന്നിട്ട് ആ ബാക്ക് പെയിൻ കാരണം മുറിവെണ്ണയും അതുപോലെ അതും ഇതും എപ്പോഴും മസിൽ പിടുത്തം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ വെയിറ്റ് ഇപ്പോൾ 3 കിലോ കുറഞ്ഞപ്പോൾ തന്നെ അത് ഫുൾ പോയി. ബാക്ക് പെയിൻ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് പോയി. ചില ആളുകളുണ്ട്, ഇപ്പോൾ ഞാൻ രംഷേട്ടൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും പറയും രംഷേട്ടൻ ഭയങ്കര ഡയറ്റാണ്, മെലിയില്ല. പക്ഷെ അല്ല, രംഷേട്ടൻ നന്നായി ഭക്ഷണം കഴിക്കും, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് ഞാൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും. പക്ഷേ നമ്മൾ ഭക്ഷണം കുത്തി ഹെൽത്തും ഇഷ്ടമാണ്, കാരണം അങ്ങനെ ഒരുപാട് തടിക്കുന്നത് ഇഷ്ടമല്ല, തടിക്കൂല.
എത്ര കുത്തി കയറ്റിയാലും മാക്സ് ടു മാക്സ് 2 കിലോയാണ് കൂടുള്ളൂ. അതിൽ കൂടുതൽ ആര് എങ്ങനെ ശ്രമിച്ചാലും വെയിറ്റ് കൂടില്ല. അത് രംഷന്റെ വീട്ടിലെ പാരമ്പര്യമാണ്. കാരണം അവിടെ ആരും തടിയില്ല, എല്ലാവരും മെലിഞ്ഞവരാണ്, ആരും തന്നെ തടിയില്ല. പക്ഷെ എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എൻ്റെ വീട്ടിലെ എല്ലാവരും തടിച്ചിട്ടാണ്. കാരണം എല്ലാവരും ഇത്ര ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും തടിയുള്ളവരാണ്, മെലിഞ്ഞവരല്ല. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ്. ഇപ്പൊ ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്, അപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് കേട്ടോ. അതായത് ഒരു മെലിഞ്ഞൊരു കുട്ടി, അപ്പൊ ആ കുട്ടി പറയാണ് തടി കുറയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, തടി കൂട്ടാനാണ് പണി. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടു, എങ്ങനെ ഭക്ഷണം കഴിച്ചു കുത്തിക്കയറ്റി ഇനി കഴിക്കാൻ ഒന്നും ബാക്കിയില്ല തടി കൂടാൻ. പക്ഷെ 1 കിലോ പോലും കൂടുന്നില്ല. എന്നാൽ കൂടിയാൽ പോലും ഒരു 3-4 കൂടും. പക്ഷെ അപ്പോഴും ശരീരം ഒരിക്കലും ഒരു ഹായ് അങ്ങനെ ഒരു തടിച്ചു എന്ന് പറയുന്ന ഒരു ശരീരം ആവില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ തടി കുറച്ച ഞാൻ എന്ന് വിചാരിക്കുന്ന ഈശ്വര രംഷേട്ടനെ പോലെ എന്ത് ഭക്ഷണം കഴിച്ചാലും തടിക്കാത്തൊരു ദേഹമാണെങ്കിൽ എന്ത് നന്നായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ വിഷമം ആലോചിച്ചു. ചിലവർ പറയാം തടി കുറയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഫുഡ് കൺട്രോൾ ചെയ്താൽ തടി കുറയല്ലോ. പക്ഷെ തടി വെക്കാൻ എത്ര കഴിച്ചാലും തടി വെക്കാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. മെലിഞ്ഞവരുടെ വിഷമം അവര് എന്ത് കഴിച്ചാലും തടിക്കില്ല എന്നുള്ളതും, തടിച്ചവരുടെ വിഷമം ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് മരിച്ചു വേണ്ടേ തടി കുറയ്ക്കാനുള്ളതും എന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ 2 പേരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഹെൽത്ത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നല്ല മെലിഞ്ഞവരൊന്നും ഹെൽത്ത് ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല. ഹെൽത്ത് ഇല്ലാത്ത ആളുകളായിരിക്കും അധികം പേരും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള പ്രോട്ടീനുള്ള ഫുഡുകളും നല്ല ഫുഡും കഴിച്ച് തടിച്ചില്ലെങ്കിലും ഹെൽത്തി ആയിരിക്കാം. തടിച്ചവരാണെങ്കിൽ ഇതുപോലത്തെ ഹെൽത്തി ഫുഡും ഇതൊക്കെ കഴിച്ചിട്ട് നല്ലോണം മെലിഞ്ഞില്ലെങ്കിലും അവരുടെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡയറ്റിലൂടെ മാറ്റാവുന്നതാണ്. എന്ന് വെച്ചാൽ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലം ഞാൻ ഈ പനീർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തലകറങ്ങി വീഴും, വിശന്നിട്ടില്ല. അപ്പോൾ അതാ രാവിലത്തെ പനീർ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. മിത്തുക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോഴേക്കും കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല വേളൂരി, അപ്പോൾ വേളൂരി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ്. പിന്നെ പ്രോൺസ് കിട്ടിയത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാങ്ങയിട്ട പ്രോൺസ് കറി. അതിനുവേണ്ടി കുറച്ച് നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എയർ ഫ്രയറിലാണ് എനിക്കുള്ളത് വറുക്കണത് കേട്ടോ ഫിഷ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സിലിക്കോൺ ആമസോണിൽ വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എയർ ഫ്രയർ അധികം കഴുകി വൃത്തിയാക്കേണ്ടി വരില്ല. എല്ലാം നമുക്ക് ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ മിത്തുക്കുട്ടിക്ക് കേസരി വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചെങ്കിൽ അത് ഇടണ്ട. നല്ല പാലും നെയ്യും പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി നല്ല എന്താ പറയുക യെല്ലോ കളറിലുള്ള നല്ല അടിപൊളി ഞാൻ കൺട്രോൾ ചെയ്തിരിക്കും. ഈ ഒരു പ്ലേറ്റ് ഫുള്ളുണ്ടായിരുന്നു, പോയ വഴി അറിഞ്ഞില്ല. അപ്പം അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കണം. ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേസരി. ഇടയ്ക്ക് പറയും അമ്മമ്മ ഉണ്ടാക്കി തന്നെ കേസരി. അമ്മ എപ്പോഴും എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കും. അതേപോലെ അമ്മ ഇവിടെ വരികയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇതിന് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഒന്നും വരില്ല എന്നൊക്കെ പറയാം ഇടയ്ക്ക്. അമ്മ എന്താ വെച്ചാൽ നെയ്യിലങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് അലിങ്ങ ടേസ്റ്റ് ആവും. ഞാൻ അത്ര നെയ്യിട്ടില്ല, കാരണം അമ്മ വീട്ടിലുണ്ടാക്കണ നെയ്യാണേ. ഞാനിവിടെ വാങ്ങുന്ന നെയ്യായതുകൊണ്ട് ഞാൻ കുറച്ച് പിശുക്ക് കാണിക്കും. സിനിമയ്ക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്, മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മിത്തുവിന് നാളെ എക്സാം ഇല്ല. എപ്പോഴും ഒരു എക്സാം കഴിഞ്ഞാൽ 2 എക്സാം ഇടപെട്ടിട്ടാണ് അടുത്ത എക്സാം ഉണ്ടാവുക, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നാളെ എക്സാം ഇല്ലാത്തതുകൊണ്ട് തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു ഫിഷ് വാങ്ങിയിട്ടുള്ളത് സാധാരണ ഞാൻ എപ്പോഴും ഫ്രഷ് ഹോമിൽ നിന്ന് വാങ്ങാറ്. ഇത് ജി ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളികൾ തന്നെ നടത്തുന്ന നമ്മുടെ ഈ ഏരിയയിൽ മുംബൈയിലെ ഇപ്പോൾ ഈ ഖാർഗർ പൻവേലി ഈ ഏരിയയിലുള്ള ഹോം ഡെലിവറി ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ വാങ്ങിയപ്പോൾ അത് കുഴപ്പം തോന്നിയിട്ടില്ല. നല്ലതായിട്ട് നല്ല ക്ലീൻ ചെയ്ത് കിട്ടും. സാധാരണ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബ്ലാക്ക് ആരും എടുക്കാറില്ല. ഇത് ബ്ലാക്ക് അടക്കം ഇട്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ എടുത്തില്ലെങ്കിൽ വയറ് വലിക്കും. അപ്പോൾ ആ ബ്ലാക്ക് അടക്കം എടുത്തിട്ടാണ് സംഭവം തന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ഒരു 3-4 ഫ്രണ്ട്സ് അതിൽ വാങ്ങിച്ചു. ഇവിടെ ഓൾറെഡി അവർ കുറേ ആയി, 3-4 വർഷമായിട്ട് ഡെലിവറി ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയാൻ വൈകിപ്പോയി. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ജി ഫ്രഷ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ച് നോക്കിയത്. അതാകുമ്പോൾ സുഖം. മറ്റേത് ഫ്രഷ് റൂം മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്ന ഒരു ഓപ്ഷൻ. അതുമാത്രമല്ല അത് എപ്പോഴാണ് കിട്ടുക, ഇത് രാവിലെയും വൈകിട്ടും അവരുടെ ഡെലിവറിയുടെ എവറി ഡേ രാവിലെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊണ്ടുവരിക. അവർ പ്രിസർവ് ചെയ്തതൊന്നും ഇടുന്നില്ല എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിച്ചു നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കുക. അവരെല്ലായിടത്തേക്കും പോകണമെന്നിരിക്കും. അപ്പം രാവിലെ ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു 11 മണിയാകുമ്പോഴേക്കും സാധനത്തി. ഈവനിങ്ങിൽ വേറെ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മലയാളികളുടെ ഒരു സംരംഭം തന്നെയല്ലേ, അപ്പോൾ കുറച്ചും കൂടെ നമുക്കും
അവർക്കും ഇതാണ്, നമുക്കും നല്ലതാണ് അല്ലേ, കുറച്ചും കൂടി വിശ്വസിച്ച് വാങ്ങിക്കാമെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഓൾമോസ്റ്റ് 5000 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവരിപ്പോൾ കൊടുക്കുന്നുണ്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ. പൻവേൽ ടു കാർഗർ ഉണ്ട്, പിന്നെ എവിടേക്കാ നവി മുംബൈ മൊത്തം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതൊന്നും അവരോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കേണ്ടി വരും. പക്ഷെ എല്ലാ നാട്ടിലെ മീനുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, അവർ ഇടും രാവിലെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതാവും നമുക്ക് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ ഒപ്പിച്ച് തരും തോന്നുന്നു നെക്സ്റ്റ് ഡേ ഒക്കെ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ കുളിക്കാതൊക്കെ ഇരിക്കുന്നത് കേട്ടോ, കാരണം ഈ ഇതൊക്കെ ഒന്ന് കഴുകി മീനൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഇവിടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ചെമ്മീൻ മാങ്ങ ഇട്ട് വെക്കാണ്ട് പച്ചമാങ്ങ കുറച്ച് നേരം ചൂടുള്ള വെള്ളത്തിലിട്ടു. അപ്പോൾ അതിനുശേഷം ചട്ടിയിലാക്കി പിന്നെ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ പുളിയും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം മാങ്ങ നല്ല പുളി ഉണ്ടാകും. പിന്നെ കുറച്ച് നേരം വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതായത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആ പുളി ശരിക്കും പിടിക്കുക. നല്ല ചെമ്മീനായിരുന്നു കേട്ടോ, നല്ല അടിപൊളി നാട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല മീഡിയം സൈസ് പ്രോൺസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചു, നല്ല അടിപൊളി ചെമ്മീൻ കറിയായിരുന്നു. പിന്നെ ഒരു പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിടെ പയറുപ്പേരി പറഞ്ഞാൽ വെറുതെ ഒരു മെഴുക്ക് പുരട്ടി പോലെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇത് എന്താ പറയുക, തൃശ്ശൂർ സൈഡിലൊക്കെ എങ്ങനെ എന്താ പറയുക, ചെറിയ ഉള്ളിയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിങ്ങനെ ചതച്ച്, നമ്മുടെ അവിടെ അത് അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊണ്ടുവന്നിരുന്നു അങ്ങനത്തെ. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എല്ലാത്തിലും ഇങ്ങനെ ചില്ലി ഫ്ലേക്സും ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള ഉപ്പേരികളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച്. അപ്പോൾ ഈവനിങ്ങിൽ നമ്മളിതാ പോവാണ്. എന്തിനറിയോ, മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നലെ രംഷേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ ഫുള്ളിരുന്ന് അവരുടെ ഇൻ്റർവ്യൂസും, ഒരു അടിപൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, ബ്രഹ്മയുഗമൊക്കെ കാണണം തിയേറ്ററിൽ പോയിട്ട് എന്നൊക്കെ വിചാരിച്ചു. അതിനൊന്നും സമയം കിട്ടിയില്ല. വിത്ത് കുട്ടിക്ക് എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ ലീവാണ്. അപ്പോൾ വന്ന ഉടനെ ഫുള്ള് രാത്രി വരെ വൈകിട്ട് വരെ പഠിച്ചു. 7:40 നമുക്ക് ടിക്കറ്റ് എത്തിയ ഇത് കേട്ടോ സിനിമ. അപ്പോൾ ഫുള്ളിരുന്ന് പഠിച്ച് ഇത് കാണണം. രംഷേട്ടൻ പറഞ്ഞു ഇത് എന്തായാലും കാണണം. അങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ എന്തത്ര സംഭവം, അപ്പോൾ നല്ല റിവ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ ഇന്നലത്തെ ഇൻ്റർവ്യൂവും കഥയൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മോ അത് ശരി, ഇന്നത് റിയലൈസ് നടന്നൊരു സംഭവമാണെങ്കിൽ ഒന്ന് കാണാനല്ലോ എന്ന് വിചാരിച്ച് നമ്മളിന്ന് പോവാണ് അല്ലേ. സംഭവം കിടിലനാവും ഉറപ്പാണ്, എല്ലാവരും പറയുന്നുണ്ട് അടിപൊളിയാണ്. ഇങ്ങനത്തെ സിനിമകൾ കാണാൻ നമുക്ക് കഥ അറിയാം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒക്കെ അറിയാം. നമുക്ക് ഇത് വിഷ്വൽ ചെയ്യാനല്ലേ നമുക്ക് അറിയുള്ളൂ. അവരങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്ന. അതിങ്ങോട്ട് കാണുമ്പോ അതും അതിന്റെ വിഷ്വലൈസേഷൻ അടിപൊളിയായിട്ടുണ്ടെന്നാ പറയണത്. അപ്പൊ നമ്മൾ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിവിടെ സീവുഡ്സിലുള്ള മോളിലാണ് ആ ഒരു സിനിമ ഉള്ളത്, അവിടേക്ക് പോവാം. അപ്പോൾ സീവുഡ്സിലുള്ള നെക്സസ് മോളിലാണ്, അവിടെ സിനിപോളിസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെയാണ് മലയാളം ഫിലിംസ് മുന്നേ പ്രേമലും ബ്രഹ്മയുഗമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് അവസാനം കാണാൻ പറ്റിയത്. അപ്പം നമ്മൾ ഇവിടെ എത്തി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ പോപ്കോണിന് പകരം തൽക്കാലം ഒരു ഹോട്ട് ചോക്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വരുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഭയങ്കര തിരക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. ഏത് സിനിമയ്ക്കാണെന്നറിയില്ല, ഇവിടെ 3 സിനിമ കളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഏതിനാണെന്നറിയില്ല. ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ ഉള്ളിൽ കയറും. വെയിറ്റ് ചെയ്യും. തിയേറ്ററിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്നിട്ട്, പക്ഷെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു തിയേറ്റർ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഹൽദിറാമിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ചുമ്മാ ഒരു ചാട്ട് പോലെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പടത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. മിത്തു എന്താ പറയാനുള്ളത്? മിത്തു വിചാരിച്ചു പേടിക്കും പടം കണ്ടത്. മിത്തു പറയാം അമ്മയ്ക്ക് ഭയങ്കര ധൈര്യം വന്നു. ഒരു രക്ഷയില്ല, പറ മസ്റ്റ് വാച്ചാണ്. വായ പൊളിച്ച് അവസാനം വരെ നമ്മളിങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടെന്താ വെച്ചാൽ കഥകളിൽ പോലും ഇത്രയും നല്ല ആളുകൾ വായിച്ചിട്ടില്ല. അപ്പോൾ റിയൽ ലൈഫിൽ ഇത്രയും ഇങ്ങനത്തെ ആളുകളുണ്ടോ? സ്വന്തം ജീവൻ പണയം വെച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കഥകളിൽ പോലും കേട്ടിട്ടില്ല. അപ്പം റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഭാഗ്യം കേട്ടോ. എന്താ പറയുക, ആയുസിൻ്റെ ഫലം എന്നല്ലാതെ ആ ഒരു സിനിമ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴും വേറൊരു പിരിപോയ ലോകത്താണ്. എനിക്ക് ഭയങ്കര ഒരു മിത്വം ആകെ കിളിപോയ അവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് കിടു പടം. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പോയി കാണണം. ഇത്ര നല്ലൊരു വിഷ്വൽ ട്രീറ്റും ഇത്ര നല്ലൊരു സിനിമയും ഇത്ര നല്ലൊരു മെസ്സേജും തരുന്ന ഒരു സിനിമ വേറെ ഇല്ല അല്ലേ രംഷേട്ടൻ? എന്താ പറയാ, ഇത് തിയേറ്ററിൽ തന്നെ കാണുമ്പോഴാണ് ഈ എഫക്ട് വരുന്നത്. ഇത് പക്ഷെ OTT കാണുമ്പോൾ നമുക്ക് ആ ഗുഹയുടെ ഉള്ളിലുള്ള പേടിപ്പിക്കുന്ന സംഭവങ്ങളും
കാരണം കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാം സെറ്റ് ഇട്ടത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിലെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ സിനിമാറ്റോഗ്രാഫി അതാണ്, ഒന്നും പറയാനില്ല, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചവരെല്ലാവരും തകർത്തു. ഡയറക്ഷൻ സൂപ്പർ. എല്ലാം അല്ല, തിയേറ്റർ മസ്റ്റ് വാച്ചാണ് മൂവി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ ഒന്ന് പോയി കാണണം. വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അടിപൊളി. പിന്നെ ഇതും അടിപൊളി. ദഹിവട. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിന് പഠിക്കാനുള്ള ഉഷാർ കിട്ടിയ എക്സാമിന് സൂപ്പർ പടം. സർവൈവൽ സ്റ്റോറി അല്ലേ, എക്സാമിന് എങ്ങനെ സർവൈവ് ചെയ്യാൻ നോക്കട്ടെ. ഇതൊക്കെ കണ്ട് അവിടെ പോയി എഴുതുക. ലിറ്ററേച്ചറോ ലാംഗ്വേജാണ്, എന്തൊക്കെ അടിച്ചിടാണോ. ഓക്കെ, അങ്ങനെ മിത്തുകുട്ടിക്കുള്ള സേവ് പൂരി എത്തി. അതൊക്കെ കഴിച്ച് ഇതാ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം കേട്ടോ. ബൈ.